സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും പെരുന്നാൾ ആശംസിച്ച് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. പാവങ്ങളെ സഹായിക്കാനുള്ള അവസരമാകണം പെരുന്നാൾ, നോമ്പിലൂടെ ഹൃദയശുദ്ധി നേടണം. ഹൃദയത്തെ മോശമാക്കുന്ന പ്രവൃത്തികൾ പാടില്ലെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഓർമ്മിപ്പിച്ചു. വെരി ഗുഡ് ഈവനിങ്. പെരുന്നാൾ എത്തിക്കഴിഞ്ഞു. ചെറിയ പെരുന്നാളിന് വേണ്ടി മാസപ്പിറവി കണ്ടുകഴിഞ്ഞു. ഈ ആവേശത്തിൽ നമ്മളോടൊപ്പം കേരളത്തിലെ പ്രമുഖ ഇസ്ലാമത പണ്ഡിതൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തത്സമയം ചേരുകയാണ്. ഉസ്താദെ, മാസപ്പിറവി കണ്ടുകഴിഞ്ഞു. ആ ഒരു സന്തോഷത്തിലാണ് ലോകത്തെ ഇസ്ലാം മത വിശ്വാസികൾ. എല്ലാ ആളുകളും സന്തോഷിക്കുന്ന ദിവസമാണ് പെരുന്നാൾ. കാരണം ഒരു മാസം വ്രതമനുഷ്ഠിക്കാനുള്ള അനുഗ്രഹം, ആരോഗ്യവും അള്ളാഹു സൃഷ്ടാവ് നമുക്ക് തന്നു. അത് നിർവഹിച്ചു എന്ന നിലയിൽ, കൂടാതെ പാവപ്പെട്ടവരും കഴിവുള്ളവരും തമ്മിലുള്ള ബന്ധം സുദൃഢമാക്കാനും ഈ മാസം ഉപകരിച്ചിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു മാസക്കാലം ഒരു ആത്മനവീകരണത്തിൻ്റെതാണ്. സക്കാത്ത് നൽകുന്നു, അതുപോലെ തന്നെ ഉപവാസത്തിൻ്റെ പകൽ, ഉപാസനയുടെ രാവൊക്കെ ആയിട്ട് ഇത് കഴിഞ്ഞ് ആഘോഷത്തിലേക്ക് പോകുമ്പോൾ എന്താണ് വിശ്വാസികളോട്? നാളെ പെരുന്നാളാണ്, വലിയ ആഘോഷമാണ്. ഇന്ന് രാത്രി മുതൽ തന്നെ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. എങ്ങനെയാണ് ഉസ്താദ് അതിനെ വിശ്വാസികളോട് പറയുന്നത്? ഞങ്ങളുടെ ആഘോഷം പടക്കം പൊട്ടിക്കലും അതുപോലെ സിനിമാ ഹാളിലേക്ക് ഓടലും അല്ല, മറിച്ച് പാവപ്പെട്ട ജനങ്ങളുമായി ബന്ധം പുനഃസ്ഥാപിക്കുകയും ദരിദ്രർക്ക് കഴിവുള്ളവർ ഫിത്ർ സക്കാത്ത് എന്ന പേരിലുള്ള ആ ഭക്ഷണ സാധനമായ അരി അല്ലെങ്കിൽ ഗോതമ്പ്, ഓരോ നാട്ടിലും ഭക്ഷിക്കപ്പെടുന്ന ഭക്ഷണങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ഭക്ഷണം പാവപ്പെട്ടവർക്ക് കൊടുക്കാനും വിതരണം ചെയ്യാനും, അതുപോലെ പുതുവസ്ത്രങ്ങൾ ധരിച്ച് കുടുംബങ്ങളെ അങ്ങുമിങ്ങും പോയി കണ്ട് ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്ന സന്തോഷം മാത്രമാണ് ഇസ്ലാം അനുവദിച്ച സന്തോഷം. ഉസ്താദിനോട് വ്യക്തിപരമായ ഒരു ചോദ്യമാണ്. ഇന്നിപ്പോൾ മാസപ്പിറവി കണ്ടു, നാളെ പെരുന്നാളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഉസ്താദ് ഒരു വലിയ ഇസ്ലാം മത പണ്ഡിതനാണ്, ലോകം അറിയപ്പെടുന്ന ഒരാളാണ്. ഇതൊന്നും അല്ലാത്ത കാലത്തെ ഒരു നോമ്പുകാല ഓർമ്മ, ഒരു പെരുന്നാൾ കാല ഓർമ്മ ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാമോ? അന്ന് നോമ്പ് തുറക്കാൻ ഒരു ഈത്തപ്പഴം 6-7 കഷ്ണങ്ങളാക്കി ചീന്തിയെടുത്ത് അതിൽ നിന്ന് ഓരോന്നും ഓരോ സുഹൃത്തുള്ള ഒരാൾക്ക് കൊടുക്കുന്ന കാലമാണ്. അന്ന് ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറക്കൽ സുന്നത്തായതുകൊണ്ട് ഒരു ഉണങ്ങിയ കാരക്ക അങ്ങാടിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് അത് 7, 5, 6, 7 കഷ്ണമാക്കി ഓരോരുത്തർക്കും കൊടുക്കുന്ന കാലഘട്ടമാണ്. അന്നൊരു പുതിയ വസ്ത്രം കിട്ടാനും പ്രയാസമാണ്. ഈത്തപ്പഴം പോലുള്ള പലഹാരങ്ങളോ കാരക്കകളോ ലഭിക്കാനും വളരെ പ്രയാസമായ കാലമായിരുന്നു. താങ്ക് യു. ഒരുപക്ഷെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ് ആദ്യമായിട്ടായിരിക്കും ഈ കുട്ടിക്കാലത്തെ കഷ്ടപ്പാടിൻ്റെ നോമ്പുതുറ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത്. ഈ ഓർമ്മ ഒരുപക്ഷെ നിരവധി മലയാളികൾക്ക് പിന്നിട്ട നോമ്പ് വഴിയിലെ ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ കൂടിയായിരിക്കും. കാരണം ദാരിദ്ര്യം ഇല്ലാതാക്കുന്നതിൽ, കഷ്ടപ്പാടുകൾ അകറ്റുന്നതിൽ നോമ്പുകാലത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ള വസ്തുത കൂടി ഈ ഘട്ടത്തിൽ ഓർമ്മിക്കേണ്ടതാണ്. ക്യാമറമാൻ രാജേഷ് വെള്ളരിക്കൊണ്ടൊപ്പം ദീപക് ധർമ്മടം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.